الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്നും തഖ്വ ഉള്ളവരായിരിക്കണമെന്നും ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ ഉള്ളവരായി ജീവിച്ച് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രമായി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അല്ലാഹുവിങ്കൽ നിന്നുള്ള സന്മാർഗം മനസ്സിലാക്കുവാനും അതിനെ അനുധാവനം ചെയ്യുവാനും ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹത്തോട് നന്ദി കാണിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശ്വാസികളായി നാം ജീവിക്കുമ്പോൾ അല്ലാഹു നമുക്ക് നൽകുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം നമസ്കാരം എന്ന അനുഗ്രഹമാണ്. നമസ്കാരം യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ബാധ്യത മാത്രമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വരമായി, ദാനമായി നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി അയാൾക്ക് നിർബന്ധമായി തീരുന്നത് നമസ്കാരമാണ്. ഗ്രാമീണരായ അറബികൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലിംനാ മിമ്മാ അല്ലമക്കല്ലാഹ്, അല്ലാഹു എന്താണോ താങ്കൾക്ക് പഠിപ്പിച്ചു തന്നത് അത് താങ്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. ആദ്യമായി അല്ലാഹു അവരോട് ഷഹാദത്ത് കലിമകൾ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. ഷഹാദത്ത് കലിമകൾ അവർ ഉച്ചരിക്കുകയും അതിൽ വിശ്വസിക്കുന്നു എന്ന് അവർ തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി എന്ത് വേണം എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നിങ്ങൾ 5 നേരവും നമസ്കരിക്കണം എന്നായിരുന്നു. ഒരാൾ വിശ്വാസം അംഗീകരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി അയാളിൽ വന്നു ചേരുന്ന നിർബന്ധം നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഈ വർത്തമാനത്തിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നമസ്കാരമാണ്. നമസ്കാരമാണ് വിശ്വാസിയെയും അവിശ്വാസിയെയും വേർതിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരമാണ് എന്ന് പറയുന്നത് സൂക്ഷ്മത കുറഞ്ഞ പ്രയോഗമാണ്. ശരിയായ പ്രയോഗം തർക്കുസ്സലാത്ത് എന്നാണ്. നമസ്കാരം ഉപേക്ഷിക്കലാണ് എന്ന്. മാ ബൈനൽ മുഅ്മിനി വൽ കാഫിരി അസ്സലാഹ് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമസ്കരിക്കുന്നവൻ വിശ്വാസിയും നമസ്കരിക്കാത്തവൻ കാഫിറും ആയിത്തീരുമായിരുന്നു. എന്നാൽ തർക്കുസ്സലാത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലൂടെ നമസ്കാരം ഉപേക്ഷിക്കാത്തവൻ മുഅ്മിനും നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറും ആയിത്തീരുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ ലഘുവാണ്. ഒരാൾ എപ്പോഴെങ്കിലും ഒന്ന് നമസ്കരിക്കുന്നു എന്നതല്ല അയാളെ മുഅ്മിനാക്കുന്നത്. അയാൾ നമസ്കാരം ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്നർത്ഥം. ഈ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് പ്രത്യേകമായ ഒരു സ്വഭാവത്തിലാണ്. ആകാശലോകത്തു നിന്ന് ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ കൊടുത്തയക്കാൻ അല്ലാഹുവിന് നിയതമായ മാർഗങ്ങളുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ചുമതലപ്പെടുത്തപ്പെട്ട മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ടാണ് പ്രവാചകന്മാരോട് സംസാരിക്കാറുള്ളത്. എല്ലാ നിർദ്ദേശങ്ങളും അങ്ങനെയാണ് പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കാറുള്ളത്. പക്ഷേ നമസ്കാരം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരം, ഒരു ദാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും വിശ്വാസികൾക്കും നൽകണം എന്ന് അല്ലാഹു ആഗ്രഹിച്ചപ്പോൾ അല്ലാഹു ജിബ്രീലിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ സന്ദേശം നൽകുകയായിരുന്നില്ല. മറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിൽ നിന്ന് കൂട്ടി അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി ഉണ്ടാക്കപ്പെട്ട ഭവനം കഅബയിൽ കൊണ്ടുചെന്ന് രണ്ടാമതായി പ്രവാചകന്മാരാൽ സ്ഥാപിതമായി നിലനിർത്തിപ്പോന്ന മസ്ജിദുൽ അഖ്സയിലെത്തിച്ച് അവിടെ നിന്ന് ആകാശലോകത്തേക്ക് കൂട്ടി ആകാശലോകത്ത് വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം എന്ന വരം, നമസ്കാരം എന്ന അനുഗ്രഹം, നമസ്കാരം എന്ന ദാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും വിശ്വാസി സമൂഹത്തിനും നൽകിയിട്ടുള്ളത്. സാധാരണ പ്രവിശ്യകളിലേക്ക് നിർദ്ദേശം നൽകണമെന്ന് രാജാവ് ഉദ്ദേശിക്കുമ്പോൾ ഒരു സന്ദേശവാഹകനെ വിട്ട് ഗവർണറെ അറിയിച്ച് ആ ഗവർണർ ആളുകൾക്ക് അറിയിപ്പ് നൽകുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ സവിശേഷമായ എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കണമെന്നുദ്ദേശിക്കുമ്പോൾ പ്രവിശ്യയിലെ ഗവർണർമാരെ, പ്രവിശ്യകളിലെ ഗവർണർമാരെ ആസ്ഥാനത്തേക്ക് വിളിച്ച് അവരോട് നേരിട്ട് സംസാരിച്ച് യാതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുമില്ലാതെ കാര്യങ്ങൾ അവരെ അറിയിച്ച് അവരെ കൊണ്ട് അത് നടപ്പാക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യാറുള്ളത്. സാധാരണ ആകാശലോകത്തുനിന്ന് ഭൂമിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ അയച്ച് പ്രവാചകന്മാർക്ക് നിർദ്ദേശം നൽകുന്ന അല്ലാഹു നമസ്കാരം എന്ന ദാനം നൽകണമെന്നുദ്ദേശിച്ചപ്പോൾ
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ സന്നിധാനത്തിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ചാണ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമസ്കാരത്തിന് അള്ളാഹു കൊടുത്തിട്ടുള്ള പ്രാധാന്യമാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഒരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച തന്റെ ദൗത്യ നിർവഹണത്തിന് സഹായകമാകുന്ന ഏറ്റവും നല്ല ഒരു ടൂൾ, ഏറ്റവും നല്ല ഒരു ഉപകരണം ആയിരുന്നു സ്വലാത്ത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അസാധാരണമായ അഭൗമികമായ ഒരു ടൂൾ, ഒരു ഉപകരണമാണ് നമസ്കാരം എന്ന പേരിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏതവസ്ഥയിലാണ് ഇസ്രാവും മിഅ്റാജും നടക്കുന്നത്? മിക്കവാറും ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പരിഗണിക്കുമ്പോൾ പണ്ഡിതന്മാർ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനം, മുൻതൂക്കമുള്ള നിഗമനം, ഹിജ്റയുടെ തൊട്ട് തലേവർഷമായിരിക്കും അത് എന്നുള്ളതാണ്. അതിനിടയിൽ ആമുൽ ഹുസ്ൻ എന്ന ഒരു വർഷമുണ്ട്, ദുഃഖത്തിന്റെ വർഷമാണത്. തനിക്ക് താങ്ങും തണലുമായി നിലകൊണ്ടിരുന്ന, തന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരർത്ഥത്തിൽ സാമ്പത്തിക സ്രോതസ്സായി നിലകൊണ്ടിരുന്ന, മാനസികമായ പിമ്പലമായി നിലകൊണ്ടിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മരണം തനിക്ക് എല്ലാ അർത്ഥത്തിലും സംരക്ഷണം നൽകിക്കൊണ്ട്, തണലേകിക്കൊണ്ട് നിലകൊണ്ട തന്റെ പിതൃവ്യൻ അബൂതാലിബിന്റെ മരണം, ഈ രണ്ട് മരണവും സംഭവിച്ചു എന്നതുകൊണ്ടാണ് ഹിജ്റ നുബുവത്തിന്റെ 10ാം വർഷത്തെക്കുറിച്ച് ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ വർഷം എന്ന് പറയുന്നത്. ആ ദുഃഖത്തിന്റെ വർഷത്തോടനുബന്ധിച്ചാണ്, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോകുന്നത്. തന്റെ പിതൃവ്യന്മാരും തന്റെ സഹോദരന്മാരും അവിടെയുണ്ട് എന്നുള്ളതിലേക്ക് വളരെ ആശയോടുകൂടിയാണ് അവിടെ ചെന്നെത്തുന്നത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരസ്കരിച്ചു എന്ന് മാത്രമല്ല, അങ്ങാടി പിള്ളേരെ വിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിപ്പിക്കുക കൂടി ചെയ്തു എന്ന് നമുക്കറിയാം. ഈ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പിമ്പലം ആവശ്യമായിരുന്നു. ആ പിമ്പലം എവിടെ നിന്ന് നൽകാനാണ്? ആ പിമ്പലം എങ്ങനെ സാധ്യമാക്കാനാണ് എന്നൊരു പക്ഷേ നാം ചിന്തിച്ചു പോകും, നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ. കാരണം ഇസ്ലാം അല്പാൽപമായി ഉയർന്നു വളർന്നു വരികയാണ്. ഇസ്ലാമിന്റെ വളർച്ചയുടെ തോതനുസരിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പകയുടെ സാന്ദ്രത കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാനുള്ള വിവിധ ആസൂത്രണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇത് പ്രവാചകൻ അറിയുന്നു, മനസ്സിലാക്കുന്നു. തനിക്കെതിരെ വലിയ ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തനിക്ക് ചുറ്റും എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടറിയുന്ന യാഥാർത്ഥ്യം. ഈ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു മാനസിക പിമ്പലം ആവശ്യമുണ്ട്. ആ പിമ്പലം ഭൗതികമായ അർത്ഥത്തിൽ മാത്രം ലഭിച്ചാൽ മതിയാവുകയില്ല. ആ പിമ്പലം ഒരു ആത്മീയമായ ശക്തി തന്നെയായിരിക്കണം, അഭൗമികമായിട്ടുള്ള ഒരു ശക്തിവിശേഷം തന്നെയായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൗതികമായ ലോകത്ത് നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തി അഭൗതികമായ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. ആ ലോകം
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിസ്മയിപ്പിക്കുന്ന ലോകമാണ്. ആ ലോകം തുറന്നുവെച്ച വാതായനങ്ങളിലൂടെ അഭൗതിക ലോകത്തേക്ക് നോക്കുവാനുള്ള ഒരവസരം മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയത്. ആ വാതായനത്തിലൂടെ ഗൈബിയായ ഒരു ലോകത്തേക്ക് പ്രവേശിക്കുവാൻ, ആ ലോകത്തെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട് അനുഭവിക്കുവാൻ, അത് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ എന്നുള്ള നിലയ്ക്ക് ആദ്യത്തെ ദീർഘനേരെയുള്ള ഒരു വിവരം എന്നുള്ള നിലക്ക് ആർജിക്കുവാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവസരം നൽകിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു മിഅ്റാജ്. മിഅ്റാജിന്റെ വാതിൽ തുറക്കുന്നതോടുകൂടി ആകാശലോകത്തേക്കുള്ള വാതിലുകൾ മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ തുറന്നു വെക്കപ്പെട്ടത്, ഭൂതകാലത്തേക്കുള്ള വാതിലുകൾ തുറന്നു വെക്കപ്പെട്ടു. പ്രവാചകന്മാരുടെ സാന്നിധ്യത്തിലാണ് മസ്ജിദുൽ അഖ്സയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത്, അവർക്ക് ഇമാമായി നിന്നുകൊണ്ട്. ഈസാ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും ഇബ്രാഹിം അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംവദിക്കുന്നത്. പ്രവാചകന്മാരോടാണ് സംവദിക്കുന്നത്, അവരോടാണ് സംസാരിക്കുന്നത്, അവരുമായിട്ടാണ് അനുഭവങ്ങൾ പങ്കിടുന്നത്. അവരിൽ സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും നേതൃത്വം നൽകിയ, രാഷ്ട്രങ്ങളും നാഗരികതകളും പടുത്തുയർത്തിയ പ്രവാചകന്മാരുണ്ടായിരുന്നു. 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ടും വിരലിലെണ്ണാവുന്ന ആളുകളെപ്പോലും ലഭിക്കാത്ത നൂഹ് അലൈഹിസ്സലാമിനെ പോലെയുള്ള പ്രവാചകന്മാരുണ്ടായിരുന്നു. ഈ പ്രവാചകന്മാരുടെ എല്ലാവരുടെയും പാരമ്പര്യത്തെയും അവരുടെ അനുഭവങ്ങളെയും നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ, ഭൂതകാലവുമായി സംവദിക്കുവാനുള്ള അവസരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് കിട്ടുകയാണ്. സ്വർഗം, നരകം, സിദ്റത്തുൽ മുൻതഹ, 7-ാം ആകാശം എന്നിങ്ങനെയുള്ള ഗൈബിയായ ഒരു ലോകം മാത്രമല്ല, കഴിഞ്ഞുപോയ ലോകം അനുഭവിച്ചു തീർത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു കിളിവാതിൽ തുറന്നു കിട്ടുകയാണ്. ഭൂതകാലത്തേക്ക് മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വാതിൽ തുറന്നു കിട്ടിയത്, ഭാവിയിലേക്കും വാതിലുകൾ തുറന്നു കിട്ടുകയാണ്. തന്റെ സമുദായത്തിന് എന്ത് സംഭവിക്കും, തന്റെ സമുദായത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ വൈകല്യങ്ങൾ എന്തായിരിക്കും, ആ വൈകല്യങ്ങൾക്ക് നരകത്തിൽ അനുഭവിക്കേണ്ട ശിക്ഷകൾ എന്തായിരിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടെ വെച്ച് അനുഭവിക്കാൻ കഴിയുകയാണ്. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ സ്വർഗീയമായ അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ തന്നെ അനുയായികൾ, ലോകാവസാനം വരെ വരാനിരിക്കുന്ന അനുയായികളുടെ വൃന്ദം. ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് തിന്മകൾ ചെയ്തതിന്റെ പേരിൽ നരകത്തിൽ യാതനകൾ അനുഭവിക്കുന്ന അനുഭാവികൾ, തന്റെ അനുയായികൾ. തന്റെ സമുദായത്തിലെ അംഗങ്ങൾ എന്ന് പറയപ്പെടുന്നവർ, അവരിൽ വ്യഭിചാരികളുണ്ട്, പലിശ തിന്നുന്നവരുണ്ട്, അവരിൽ പരദൂഷണം പറയുന്നവരുണ്ട്, അക്രമകാരികളായ ഭരണാധികാരികളുണ്ട്. അവർക്കൊക്കെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരവും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ തുറന്നു കിട്ടുകയുണ്ട്. ഇതെല്ലാം ചേർന്നത് തന്നെയാണ് ഗൈബ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഗൈബാണ്. ഭൂതകാലത്തിൽ സംഭവിച്ചത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ ഗൈബാണ്. വരാൻ പോകുന്നത് എന്തായിരുന്നാലും ഗൈബ് അഥവാ അദൃശ്യമാണ്. അതുപോലെ ആകാശലോകത്തുള്ള കാര്യങ്ങളും അദൃശ്യമാണ്. ഈ അദൃശ്യലോകത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കടന്നു ചെല്ലുവാൻ
ഒരു രാത്രിയിൽ അവസരം കിട്ടിയതോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാൻ ദൃഢീകരിക്കപ്പെടുകയാണ്. ഇൽമുൽ യഖീനിൽ നിന്ന് ഐനുൽ യഖീനിലേക്കും ഐനുൽ യഖീനിൽ നിന്ന് ഹഖ്ഖുൽ യഖീനിലേക്കും ആ ഈമാൻ പരിവർത്തിതമാവുകയാണ്. ഈമാൻ ബലപ്പെടുകയാണ്. ആ ഈമാനിന്റെ ബലമാണ്, ആ ഈമാനിന്റെ ശക്തിയാണ് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രാപ്തമാക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദർഭത്തിൽ അതുപോലെ ഒരു സംഗതി നിശ്ചയിച്ചിട്ടുള്ളത്. മിഅ്റാജ് എന്നതിന്റെ അർത്ഥം ആരോഹണം എന്നാണ്, ആകാശത്തേക്കുള്ള ആരോഹണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് ഈ ബലം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ആ മിഅ്റാജിന്റെ ബലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും നിലനിൽക്കേണ്ടതുണ്ട്. നിലനിൽക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നേരത്തെ നമസ്കാരം ആ മിഅ്റാജിൽ അദ്ദേഹത്തിന് നിർബന്ധമാക്കുന്നുണ്ട്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാക്കുന്നുണ്ട്. എന്നാൽ ഈ മിഅ്റാജിന്റെ ഫലം, ഈ ആകാശാരോഹണത്തിന്റെ ശക്തി, അതിന്റെ ആത്മീയ ബലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം ലഭിച്ചാൽ പോരാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് ഓരോരുത്തർക്കും ഈ ബലം ലഭിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മിഅ്റാജിന്റെ സമയത്ത് തന്നെ നമസ്കാരം എന്നത് ഒരു വരമായി, ഒരു ദാനമായി വിശ്വാസി സമൂഹത്തിന് അല്ലാഹു നൽകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ബഹുമാനമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചതുപോലെ ഒരു ആകാശാരോഹണത്തിന്റെ അനുഭൂതി നമുക്കെല്ലാവർക്കും ആസ്വദിക്കണമെന്നുണ്ട്. നമ്മുടെ ഹൃദയം അതിനുവേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു നമ്മെ ആ ഒരു പദവിയിലെത്തിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മിഅ്റാജിന്റെ രാത്രിയിൽ അനുഭവിച്ചതുപോലെ അഭൗതികമായ ലോകത്തെ, ഗൈബിയായ ലോകത്തെ, അല്ലാഹുവിന്റേത് മാത്രമായ ആ ലോകത്തെ അനുഭവിക്കുവാനുള്ള അവസരം കിട്ടിയിട്ടില്ല. പൂർവമായി റസൂലിന് മാത്രം കൊടുത്ത അനുഭവമാണ്. പക്ഷേ ആ അനുഭവത്തിന്റെ ഒരു ചെറിയ മാതൃക, ആ മാതൃക ഓരോ ദിവസവും 5 നേരം നാം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അനുഭവിക്കണം. അതാണ് സ്വലാത്ത്. അതാണ് സ്വലാത്ത്, നമസ്കാരം. അസ്സലാത്തു മുനാജാത്തുൽ മുഅ്മിൻ ലിറബ്ബിഹി. നമസ്കാരം ഒരു വിശ്വാസി നാഥനോട് നടത്തുന്ന സംഭാഷണമാണ്. നമസ്കാരത്തിൽ അല്ലാഹു നമ്മോട് ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. ഖുർആൻ നാം പാരായണം ചെയ്യുമ്പോൾ, ദീർഘമായ പാരായണങ്ങൾ നടക്കുന്ന നമസ്കാരങ്ങളിൽ അല്ലാഹു നമ്മോട് സംസാരിക്കുകയാണ്. അല്ലാഹുവിന് നീളം കുപ്പായവും ഇട്ടിറങ്ങി വന്ന് നമ്മളോട് സംസാരിക്കുന്ന സ്വഭാവമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം മനുഷ്യകുലത്തോട് സംസാരിക്കുവാൻ അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുള്ള രീതിയും സംവിധാനവുമാണ് ഖുർആൻ. ആ ഖുർആനിൽ അല്ലാഹു നമ്മോട് സംസാരിക്കുകയാണ്. നമ്മൾ അല്ലാഹുവിനോട് സംസാരിക്കുന്നതാണ് നമ്മുടെ ദിക്റുകളും നമ്മുടെ ദുആകളും. അപ്പോ ഈ മുനാജാത്തുൽ മുഅ്മിൻ മാത്രമല്ല, ഇമാം ബൈഹഖി അദ്ദേഹം സമാഹരിച്ചിട്ടുള്ള ഹദീസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസ്, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ മിഅ്റാജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജിൽ നൽകപ്പെട്ട സ്വലാത്ത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അയാളുടെ ഒരു മിഅ്റാജാണ്.
അയാളുടെ ഒരു ആകാശാരോഹണമാണ്. ആ ആകാശ ആരോഹണമാണത് എന്ന് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് അതിന്റെ ക്രമീകരണം. ശാന്തമായി ആലോചിച്ചു നോക്കൂ. ആ നമസ്കാരത്തോടൊപ്പം എപ്പോഴെങ്കിലും നിങ്ങൾ ആരോഹണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആരോഹണത്തിന്റെ വഴി നിങ്ങൾക്കറിയാം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് മുഖം തിരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് പുരോഗമിക്കുന്നു. അല്ലാഹു പിന്നീട് ഇങ്ങോട്ട് അല്പം സംസാരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യും. അതിനുശേഷം പിന്നെ നമ്മുടെ ഉയരത്തിലേക്കുള്ള യാത്ര തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം, എന്റെ നാഥൻ, മഹാനായ എന്റെ നാഥൻ. അവിടെ റബ്ബുൽ ആലമീൻ ഇല്ല. ഫതറസ്സമാവാതി വൽ അർദ്, ആകാശലോകങ്ങളുടെ സൃഷ്ടാവ് എന്ന പ്രയോഗമില്ല. കാരണം ലോകം എന്റെ മുന്നിലില്ല. അപ്പോൾ എന്റെ മുന്നിലുള്ളത് ഞാനും എന്റെ റബ്ബും മാത്രമാണ്. സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം. ഒന്നുകൂടി എഴുന്നേറ്റ് നിന്ന് നമ്മുടെ അഷ്ടംഗങ്ങളും ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അഅല അഖ്റബു മാ യകൂനു അബ്ദു ലിറബ്ബി. ഒരു അടിമയ്ക്ക് അവന്റെ നാഥനുമായി ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന സന്ദർഭം സുജൂദ്. ആ സുജൂദിൽ അതിന്റെ ക്ലൈമാക്സ് ആണ് അഖ്റബു മാ യകൂനുൽ അബ്ദു ലിറബ്ബി. വളരെ മനോഹരമായിട്ടുള്ള പ്രയോഗം. ആ ആകാശാരോഹണത്തിന്റെ ഒരു ക്ലൈമാക്സ്, അതിന്റെ ഒരു അങ്ങേ അറ്റമാണ് ശരിക്ക് സുജൂദ് എന്ന് പറയുന്നത്. ആ സുജൂദിൽ നിന്ന് ഉയർന്നുകൊണ്ടാണ് അല്ലാഹുവിന് നാം തിരുമുൽ കാഴ്ചകൾ സമർപ്പിക്കുന്നത്. അത്തഹിയ്യാത്തു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ദുആ നമുക്കറിയാം. നോക്കൂ നിങ്ങൾ, അത് ഒരു ആരോഹണക്രമമാണ്. നമ്മളും അല്ലാഹുവും തമ്മിലുള്ള എല്ലാ അകൽച്ചകളും ഇല്ലായ്മ ചെയ്ത് എല്ലാ മറകളും വിച്ഛേദിച്ച് അല്ലാഹുവിലേക്ക് അടുക്കുന്ന ഒരു മിഅ്റാജ്. അതുകൊണ്ടാണ് ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ഹദീസുകളിൽ സമാഹരിച്ച ഗ്രന്ഥങ്ങളിൽ സമാഹരിച്ചിട്ടുള്ള ഹദീസുകളിൽപ്പെട്ട ഈ ഹദീസ് വളരെ സുപ്രസിദ്ധമായ ഹദീസായി തീർന്നിട്ടുള്ളത്. വളരെ പ്രസിദ്ധമായ ഹദീസാണ്. കാരണം അതിന്റെ ദിറായത്ത്, അതിന്റെ ആശയം ഗണഗംഭീരമായിട്ടുള്ള ആശയമാണ് എന്നുള്ളതാണ് അതിന് കാരണം. ആ മിഅ്റാജ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മിഅ്റാജിന്റെ സന്ദർഭത്തിൽ വളരെ മനോഹരമായ ഒരു ചിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഭവപ്പെട്ടത് റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൂസ അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്നു 50 വക്ത് നമസ്കാരവുമായി. മൂസ അലൈഹിസ്സലാം പറഞ്ഞു സാധ്യമല്ല. തിരിച്ചുപോയി, വീണ്ടും വന്നു, തിരിച്ചുപോയി, വീണ്ടും വന്നു. അവസാനം 5 എന്നിടത്ത് അല്ലാഹു അവസാനമായിട്ട് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് ബേപ്പോട്ട് കയറി വരണ്ട, ഇത് തന്നെ. ഇത് പക്ഷേ ആ 50ന് ഫലമാണ്, ആ 50ന് തുല്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഇതിൽ നമ്മൾ ചിന്തിക്കുന്ന എന്താന്ന് വെച്ചാൽ, മൂസ അലൈഹിസ്സലാമിനോട് ചോദിക്കേണ്ടി വരുന്നോ റസൂലിന്? ഇപ്പൊ മൂസാ നബിയാണോ വലുത്, റസൂലാണോ വലുത്? അല്ല, അല്ലാഹു കൊടുത്തൊരു നിർദ്ദേശം മൂസാ നബി തിരുത്തേ. അപ്പൊ മൂസാ നബിയാണോ വലുത്, അല്ലാഹുവാണോ വലുത്? ഇങ്ങനെ ഞാൻ നേരത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ ഖൽബുകളിൽ സൈഗ്, വളവുള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു. എന്നാൽ ഇതിലൂടെ നൽകുന്ന പാഠം എന്താണ്? ഇതിലൂടെ നൽകുന്ന പാഠം, ആ യഥാർത്ഥത്തിൽ 50 നിങ്ങൾക്ക് നൽകേണ്ടതായിരുന്നു. ആ 50 ചുരുക്കി ചുരുക്കി ആവർത്തിച്ച് കൊണ്ടുവന്ന് 5 നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇത് വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. ഇത് വളരെയധികം സാന്ദ്രതയേറിയ സാധനമാണ്. ആ സാന്ദ്രതയേറിയ സംഗതിയിൽ വെള്ളം ചേരാൻ നിങ്ങൾ അനുവദിക്കരുത്. അതിലുള്ള മുഴുവൻ അഖ്വാലുകളും മുഴുവൻ അഫ്ആലുകളും അല്ലാഹുവിലേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കുന്നതാണ്. അതിനിടെ
അതിനിടക്ക് നിങ്ങൾ പല കോപ്രായങ്ങളും കാണിച്ച് അതിലേക്ക് അഫ്ആലുകളെ കൂട്ടിച്ചേർത്ത് ഇതിനെ മലിനമാക്കരുത്. അതിനിടയ്ക്ക് എന്തൊക്കെയോ വർത്തമാനങ്ങൾ പറഞ്ഞ് നിങ്ങൾ അതിന്റെ ആ ഏകാഗ്രത നിങ്ങൾ നശിപ്പിക്കരുത്. അതിന്റെ സാന്ദ്രത നിങ്ങൾ കുറക്കരുത്. നിങ്ങളുടെ ചിന്തയും ആലോചനകളും പല വഴിക്കും തിരിഞ്ഞുപോയി ഈ സാന്ദ്രതയെ നിങ്ങൾ ഇല്ലാതാക്കരുത്. ഇത് വളരെ കോൺസെൻട്രേറ്റീവാണ്. മുഴുവൻ അഖ്വാലുകളും മുഴുവൻ അഫ്ആലുകളും നിർണയിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും എല്ലാം അല്ലാഹുവിലേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കുന്ന ഏതാനും നിമിഷങ്ങൾ. ആ നിമിഷങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് മറ്റേ 50-ന് പാകമാണ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലാഹുവിന് ആദ്യം തന്നെ 5 അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ട്. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒറ്റ രാത്രിയിലെ ഈ സംഭവ ബഹുലമായിട്ടുള്ള ഒരന്തരീക്ഷത്തിൽ മൂസാ അലൈഹിസ്സലാമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രാവശ്യം നടത്തിപ്പിക്കുക എന്നുള്ള ഒരേർപ്പാടിലൂടെ ഒരു പ്രായോഗികമായ പരിശീലനം 50 എന്നുള്ള ഒരു പരിശീലനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഓരോ വക്ത് നമസ്കരിക്കുമ്പോഴും ഞാൻ ആദ്യമായി എന്നോട് പറയുന്നു, ആദ്യമായി നിങ്ങളോട് പറയാനുള്ള ധാർമ്മിക ശക്തി എനിക്കില്ല എന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമായി എന്നോട് പറയുന്നത്. ഓരോ വക്ത് നമസ്കാരവും 10 വക്ത് നമസ്കാരത്തിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അത്രയും ഖുശൂഉം ഖുദൂഉം ബാഹ്യമായിട്ടുള്ള സവിശേഷതകളും ഉള്ളതായിരിക്കണം അത് എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. ഓരോ വക്ത് നമസ്കരിക്കുമ്പോഴും ഞാൻ വിടവാങ്ങുകയാണ് ഈ ലോകത്തോട് എന്ന് വിചാരിച്ചുകൊണ്ട് നമസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമസ്കരിക്കുവാൻ നമ്മൾ സന്നദ്ധരാകുമ്പോഴാണ് നമ്മുടെ നമസ്കാരത്തിന് അർത്ഥവും ശക്തിയും ഉണ്ടാകും. വളരെ മനോഹരമായിട്ടുള്ള മിഅ്റാജും നമസ്കാരവും തമ്മിലുള്ള ഈ താതാത്മ്യമുണ്ടല്ലോ, ഇത് യാദൃച്ഛികമായ ഒരു താതാത്മ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം കൂട്ടിച്ചേർത്തിട്ടുള്ള വല്ലാത്ത ഒരു ആശയ പരസ്പര പൂരകങ്ങളാണിത്. അതുകൊണ്ട് അത് മനസ്സിലാക്കി നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.